കാസിയോടെ യു സീരീസിലെ AQ-S810W ടഫ് സോളാർ വാച്ചിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ടൈം സെറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ടൈം മാത്രമല്ല, വേൾഡ് ടൈം, സ്റ്റോപ്പ് വാച്ച്, അലാം, കൗണ്ട് ഡൗൺ ടൈമർ, ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. എല്ലാത്തിൻ്റെയും ടൈം കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വാച്ചിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലൂ ടൈപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. 5208 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ഈ വാച്ചിൽ ഉപയോഗിക്കുന്നത്. ഇതൊരു സോളാർ പവേർഡ് വാച്ചാണ്, ടഫ് സോളാർ വാച്ചാണ്. അപ്പോൾ ഈ വാച്ച് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ അക്കങ്ങളൊന്നും കാണിക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാച്ച് സ്ലീപ്പ് മോഡിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ വാച്ചിൽ സെക്കൻഡ് സൂചി ഇല്ല. സെക്കൻഡ് സൂചിക്ക് പകരം ദാ ഇവിടെ ഇങ്ങനെ ഈ ബ്രിക്സ് ഇങ്ങനെ റൺ ചെയ്യുന്നതാണ് കാണിക്കുക. സെക്കൻഡ് സൂചി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. ഡിസ്പ്ലേ ഓഫായി പോയിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് കുറച്ച് നേരം എവിടെയെങ്കിലും ഒരു വെളിച്ചമുള്ളിടത്ത് കൊണ്ടുവന്നാൽ മതി. വെളിച്ചമുള്ളിടത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാച്ച് ഓട്ടോമാറ്റിക്കലി അത് സ്ലീപ്പ് മോഡിൽ നിന്ന് മാറി അഡ്ജസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് വാച്ചിൽ ഇവിടെ ഡിസ്പ്ലേ തെളിഞ്ഞ് വരും. ഇനിയിപ്പോൾ അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അല്പസമയം വെളിച്ചമുള്ളടത്ത് വയ്ക്കുക. ഇതിൻ്റെ ഈ ഡയൽ കണ്ടോ, ഈ ഡയലാണ് ഇതിൻ്റെ സോളാർ പാനൽ. അപ്പോൾ ഇതിലേക്ക് വെളിച്ചടിക്കുന്ന രീതിയിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാച്ച് തനിയെ ചാർജ് ആയിക്കോളും. പക്ഷെ ഒരിക്കലും ഇത് നേരിട്ട് വെയിലത്ത് കൊണ്ട് വെക്കുന്നത് നല്ലതല്ല. ഒരു തണലിൽ വെക്കുന്നതാണ് നല്ലത്. ഈ ഒരു വാച്ച് തന്നെയല്ല, എല്ലാ സോളാർ പവേർഡ് വാച്ചുകളും ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുവയ്ക്കുന്നത് അത്ര നല്ലതല്ല. ഈ വാച്ചിൻ്റെ ഡയലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു ഡിജിറ്റൽ അനലോഗ് കോമ്പിനേഷൻ വാച്ചാണ്. ഇതിൽ സെക്കൻഡ് സൂചി ഇല്ല. പകരം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ബ്രിക്സ് ഇങ്ങനെ റൺ ചെയ്യുന്നതാണ് കാണിക്കുക. ഇതിൻ്റെ ബട്ടണുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡ്ജസ്റ്റ് ബട്ടൺ ഉണ്ട്, മോഡ് ബട്ടൺ ഉണ്ട്, ലൈറ്റ് ബട്ടൺ ഉണ്ട്, സെർച്ച് ബട്ടൺ ഉണ്ട്. ഏതൊക്കെ മോഡുകളാണ് ഈ വാച്ചിലുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം താഴെയുള്ള ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന സമയവും ഇവിടെ ഈ അനലോഗിൽ കാണിക്കുന്ന സമയവും സെയിം തന്നെയാണ്. ഇതിന് നമ്മൾ ഹോം ടൈം എന്നാണ് പറയുക. നമ്മൾ ഈ മോഡ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ എന്ന് കാണിക്കും. ഇത് ബാറ്ററി ഹൈ ആണെന്നാണ് കാണിക്കുന്നത്, അതായത് ബാറ്ററി മാക്സിമം ചാർജിലാണെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഈ മോഡ് ബട്ടൺ ഒരു തവണ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ WT എന്ന് കാണിക്കും. ഉടനെ തന്നെ ഒരു സിറ്റിയുടെ കോഡ് കാണിക്കും, അവിടുത്തെ സമയവും കാണിക്കും. നമ്മൾ സിറ്റിയുടെ കോഡ് കാണിച്ചത് LAX ആണ്, ലോസ് ആഞ്ചലസിലെ ടൈമാണ് കാണിച്ചത്. അതിനർത്ഥം ഇപ്പോൾ നമ്മൾ ഹോം ടൈമിൽ നിൽക്കുന്നത് ഒരു സമയവും ഇവിടെ വേൾഡ് ടൈമാണ് കാണിക്കുന്നത്. അതായത് ഒരേ ഡയലിൽ നമുക്ക് രണ്ട് രാജ്യങ്ങളിലെ സമയം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഒരു തവണ കൂടി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാമിലേക്ക് പോകും. ഇതിൽ 5 അലാംസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ മോഡ് ബട്ടൺ ഒരു തവണ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ കാണിക്കും. ഇത് കൗണ്ട് ഡൗൺ ടൈമർ ആണ്. ഒരു തവണ കൂടി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് വാച്ച് കാണിക്കും. വീണ്ടും മോഡ് ബട്ടൺ ഒരു തവണ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടൈം കീപ്പിംഗ് മോഡിലേക്ക് തന്നെ വരും. പിന്നെയുള്ള ഒരു ബട്ടൺ നമുക്കിവിടെ ലൈറ്റ് ബട്ടൺ ആണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ്, ഒരു ആംബർ കളർ ലൈറ്റും കാണിക്കും. വാച്ച് ടൈം കീപ്പിംഗ് മോഡിൽ നിൽക്കുകയാണെന്ന് നമുക്ക് അറിയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലോഗും ഡിജിറ്റലും സെയിം സമയം കാണിക്കുന്നുള്ളതാണ്. നമ്മളങ്ങനെ ടൈം കീപ്പിംഗ് മോഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സെർച്ച് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേയും അതിനടുത്തായിട്ട് സെക്കൻഡും കാണിക്കും. സെർച്ച് ബട്ടൺ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ മന്തും ഇവിടെ ഡേറ്റും കാണിക്കും. ഇവിടെ വീണ്ടും സെക്കൻഡുകൾ കാണിച്ചുകൊണ്ടിരിക്കും. സെർച്ച് ബട്ടൺ ഒരു തവണ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ടൈം കീപ്പിംഗ് മോഡിൽ ഹോം ടൈമിൽ വന്ന് നിൽക്കും. ഇതൊരു വേൾഡ് ടൈമുള്ള വാച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ ഹോം ടൈം മാത്രമേ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. വേറൊരു ടൈമും നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനായിട്ട് നമ്മൾ ആദ്യം ടൈം സോൺസ് അല്ലാന്നുണ്ടെങ്കിൽ സിറ്റി കോഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സിറ്റി കോഡ്സ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഈ സിറ്റി കോഡ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൽ നിന്ന് നിങ്ങളുടെ ടൈം സോണിൽ പെട്ടൊരു സിറ്റി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് കിടക്കുന്ന ഒരു സിറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ടൈം സോണിനെ കുറിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ സിറ്റി കോഡിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യാം. ടൈം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ വാച്ചിനെ ടൈം കീപ്പിംഗ് മോഡിൽ, അതായത് ഇങ്ങനെ ഈ ഒരു മോഡിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ടൈം കീപ്പിംഗ് മോഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ആദ്യം ഇവിടെ അഡ്ജസ്റ്റ് എന്ന് കാണിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സിറ്റി കോഡ് കാണിക്കും. ഇന്ത്യൻ ടൈമിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡൽഹിയാണ് സിറ്റി കോഡായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഈ രണ്ട് ബട്ടണുകൾ ലൈറ്റും സെർച്ചും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നേക്കും പിന്നേക്കും പോവാം. അങ്ങനെ നമുക്ക് DL എന്നുള്ളത് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ DL വന്നു, കണ്ട. DL എന്നുള്ള കോഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ മോഡ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓഫ് എന്ന് കാണിക്കും. ഈ ഓഫ് എന്ന് കാണിക്കുന്നത് DST ആണ്. കണ്ട, ഈ ഇവിടെ ഡയൽ DST എന്ന് എഴുതിക്കുന്നത് എൻ്റെ മുകളിൽ ഒരു ചെറിയ ബാർ നിങ്ങൾക്ക് മിന്നണ് കാണാം. ഡയലൈറ്റ് സേവിങ്സ് ടൈമാണ് കാണിക്കുന്നത്. നമ്മൾ സെർച്ച് പ്രസ് ചെയ്തുകൊണ്ട് അത് ഓണും ഓഫും ആക്കാൻ സാധിക്കും. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും, അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ ഈ DST ഓഫിൽ തന്നെ വെച്ചാൽ മതി. കാരണം ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലൊന്നും DST ഓൺ ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും നമ്മൾ ഒന്നുകൂടി മോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 12 അവർ എന്ന് കാണിക്കും. ഈ 12 അവറും 24 അവർ ഫോർമാറ്റിൽ നമുക്ക് സമയം ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണാൻ വേണ്ടിയിട്ടാണിത്. നിങ്ങൾക്ക് റെയിൽവേ ടൈം അല്ലാണ്ട് ഫ്ലൈറ്റ് ടൈം പോലെ കാണണമെന്നുണ്ടെങ്കിൽ മാത്രം 24 അവറിൽ കീപ്പ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഇത് 12 അവർ തന്നെ കീപ്പ് ചെയ്യുക. ഇത് 12 അവറും 24 അവറോ മാറ്റാനായിട്ട് നമ്മൾ ഈ സെർച്ച് കീയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 12 അവറിൽ വയ്ക്കുക. ഈ മോഡ് ബട്ടൺ നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്യാം.
അപ്പോൾ ഇവിടെ സെക്കൻഡ്സ് മിന്നി തുടങ്ങും. ഈ സെക്കൻഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് റീസെറ്റ് ആവും, പക്ഷേ മിനിറ്റ് 1 മിനിറ്റ് മുന്നിലേക്ക് പോകും. 30 സെക്കൻഡ് എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ഈ സെർച്ച് ബട്ടൺ ഉപയോഗിച്ച് ഈ സെക്കൻഡ് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റീസെറ്റ് ആവും, പക്ഷേ മിനിറ്റ് മുന്നിലേക്ക് പോകില്ല. നമ്മൾ സെർച്ച് പ്രസ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് റീസെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോഡ് ബട്ടൺ ഒരു തവണ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മണിക്കൂർ മിന്നി തുടങ്ങണം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്ത്യൻ ടൈമിലേക്കാണ് സെറ്റ് ചെയ്യണത്. ഇപ്പോൾ 2:18 AM ആണ് ന്യൂഡൽഹിയിലെ ടൈം. അപ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ 2 ബട്ടൺസ് പറഞ്ഞ പോലെ യൂസ് ചെയ്യാം. ലൈറ്റും സെർച്ചും ഇതിൽ ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പിന്നീക്കാണ് പോണത്, മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. നമ്മൾ AM ആണോ PM ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ AM ആണ്, അതുകൊണ്ട് നമ്മൾ AM 2 AM വയ്ക്കുക. 2 AM ആണെന്ന് വെച്ചാൽ ഇവിടെ P എന്നുള്ളത് കാണിക്കില്ല കേട്ടോ. അപ്പോൾ മണിക്കൂർ സെറ്റ് ആയിട്ടുണ്ട്. മോഡ് ബട്ടൺ നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്യുക. അപ്പം മിനിറ്റ് മിന്നി തുടങ്ങും. ഇപ്പം നമ്മൾ മിനിറ്റിന് 2:19 ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ മോഡ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യുക. ഇപ്പോൾ 2019 മിന്നി തുടങ്ങും. ഇത് വർഷമാണ് മുന്നിലേക്ക് കൊണ്ടുവരാം. 2024 സെർച്ച് ബട്ടണാണ് മുന്നിലേക്ക്, ലൈറ്റ് ബട്ടൺ ബാക്കിലേക്കാണ്. ഇയർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മോഡ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യാം. 3:19 കാണിക്കുന്നുണ്ട്. ഈ 3 മിന്നി തുടങ്ങുന്നത്. ഇതിൽ ആദ്യം കാണിക്കുന്നത് മാസവും രണ്ടാമത് കാണിക്കുന്നത് ഡേറ്റും ആണ് കേട്ടോ. അപ്പോൾ ഇത് മാസമാണ്, അതിനെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാം. ഡിസംബർ ആണ്, 12 ആണ്. മോഡ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഡേറ്റ് ഇവിടെ മിന്നി തുടങ്ങും. ഇന്ന് 21-ാം തീയതിയാണ്. അപ്പോൾ ഡേറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. ഒന്നും കൂടി മോഡ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ കീന്ന് കാണിച്ചിട്ട് ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിൾ കാണിക്കും. ഇപ്പോൾ ഈ വാച്ചിലെ സൗണ്ടുകളൊക്കെ ഓൺ ആണെന്നാണ് കാണിക്കുന്നത്. ഈ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂട്ടിലേക്ക് വരും. മ്യൂട്ടിലേക്ക് വരുന്ന കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ നമ്മൾ ഏതെങ്കിലും കീ പ്രസ് ചെയ്യുമ്പോൾ വാച്ചിൽ നിന്ന് സൗണ്ടൊന്നും വരില്ല എന്നുള്ളതാണ്. ഞാൻ സാധാരണ മ്യൂട്ടിൽ വയ്ക്കാറില്ല, ഞാൻ എപ്പോഴും കീ വോള്യത്തിൽ തന്നെയാണ് വയ്ക്കാറ്. എന്നിട്ട് ഒരു തവണ കൂടി മോഡ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ LT1 കാണിക്കും. അതായത് LT1 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 സെക്കൻഡ് നേരത്തേക്കാണ് ലൈറ്റ് കത്തി നിൽക്കുക. നമ്മൾ ഈ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്താൽ വേറെ ഓപ്ഷൻ ഉള്ളത് LT3 ആണ്. LT3യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 3 സെക്കൻഡ് നേരത്തിലേക്ക് ഈ ഒരു ലൈറ്റ് കത്തി നിൽക്കും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് വെക്കാം. ഞാനത് 3 സെക്കൻഡിലേക്കാണ് വെക്കുന്നത്. എന്നിട്ട് മോഡ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യാം. ഇംഗ്ലീഷ് കാണിക്കുന്നുണ്ട് ഇവിടെ. ഇതിൽ ഡേ കാണിക്കുന്നുണ്ട്. 6 ലാംഗ്വേജിൽ കാണിക്കും. അതിൽ ഏത് ലാംഗ്വേജിൽ വേണം ആ ഡേ കാണിക്കാൻ എന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റും. പോർച്ചുഗീസ്, സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്. ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത്ര നേരം മോഡ് ബട്ടണാണ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ലാംഗ്വേജ് വരെ സെലക്ട് ചെയ്തു. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. നമ്മുടെ അനലോഗിലും ഡിജിറ്റലിലും സെയിം ടൈമാണ് കാണിക്കുന്നത്. കൃത്യമായിട്ട് ടൈം സെറ്റായി. ഇങ്ങനെയാണ് നമ്മൾ ഈ വാച്ചിൽ ടൈം സെറ്റ് ചെയ്യേണ്ടത്. ഇനി ടൈം സെറ്റായി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കായി സെറ്റായി ഉണ്ടാവും. ഇനിയിപ്പോൾ ടൈം കീപ്പിംഗ് മോഡിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. സാറ്റർഡേ 12:21, 2:24. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വേൾഡ് ടൈം ആണ്. ഈ മോഡ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ആണ് കാണിക്കുക. വീണ്ടും ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ WT എന്ന് കാണിക്കും, ഡൽഹി എന്ന് കാണിക്കും. ഇതിപ്പോൾ വേൾഡ് ടൈം ഡൽഹിയാണ് കാണിക്കുന്നത്. ഈ ഹോം ടൈം ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ സമയം. ഈ ഒരു വേൾഡ് ടൈം ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ സമയമാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ വെളുപ്പിന് 2:30 ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പോൾ നമുക്ക് ഒരേ ഡേയിൽ തന്നെ 2 സമയം നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ വേറൊരു രാജ്യത്തെ സമയം നമുക്ക് ഇവിടെ വേൾഡ് ടൈമിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെർച്ച് ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഡൽഹിയിലെ സമയമാണ് കാണിക്കുന്നതാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സിറ്റി കോഡ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ രാജ്യങ്ങളുടെ സമയം നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സിംഗപ്പൂരിൽ സമയം കാണണമെങ്കിൽ സിംഗപ്പൂരിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സെർച്ച് ബട്ടൺ വിട്ടാൽ മതി. അവിടെ സിംഗപ്പൂരിലെ സമയം കാണിക്കും. ഇതിൽ സെർച്ച് ബട്ടൺ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ മെക്സിക്കോയിലെ സമയമാണ് കാണിക്കുന്നത്, ഷിക്കാഗോയിലെ സമയം. അപ്പോൾ നമുക്ക് ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ വേൾഡ് ടൈമിൽ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം. നമ്മളിപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ DST ഓണും ഓഫും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ന്യൂയോർക്കിൽ ഇപ്പോൾ DST ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സമയത്തിൽ വ്യത്യാസം വരും. കാരണം സമയം 1 മണിക്കൂർ മുന്നേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേൾഡ് ടൈം ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഈ അഡ്ജസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം.
അപ്പോൾ ഇവിടെ DST എന്നുള്ളതിൻ്റെ മേലെ ഒരു ബാർ വരികയും ചെയ്തു, സമയം 1 മണിക്കൂർ മുന്നിലേക്ക് ആവുകയും ചെയ്തു. അങ്ങനെ നമുക്ക് DST നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വേൾഡ് ടൈമിൽ. ഇത് വേറെയുള്ള ഒരു സമയത്തിന് ബാധിക്കില്ല. പക്ഷേ ശരിക്കും ഇപ്പോൾ ന്യൂയോർക്ക് സ്റ്റാൻഡേർഡ് ടൈമിലാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് DST വേണ്ട. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, DST ഓഫായി പോകും, സമയം 1 മണിക്കൂർ പിന്നിലേക്ക് വന്നു. ഞാനിപ്പോൾ ലോസ് ആഞ്ചലസിൽ നിന്ന് ഇന്ത്യയിൽ വന്നിറങ്ങാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ അവിടെ വന്നിറങ്ങുമ്പോൾ ഇന്ത്യയിലെ ടൈമിലേക്ക് എനിക്ക് സെറ്റ് ചെയ്യണം. അതിനൊരു എളുപ്പ വഴിയുണ്ട്. വേൾഡ് ടൈം എടുക്കാം. വേൾഡ് ടൈമിലൂടെ ദുബായ് ആണ് കാണിക്കുന്നത്. നമ്മൾ അതിന് പകരം സെർച്ച് പ്രസ് ചെയ്യുക, ഡൽഹി ആക്കുക. ഇപ്പോൾ നമ്മുടെ അനലോഗിൽ ഇരിക്കുന്നത് ലോസ് ആഞ്ചലസിലെ സമയവും ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഇരിക്കുന്നത് ഇന്ത്യയിലെ സമയമാണ്. വേൾഡ് ടൈം ആണ് അവിടെ കാണിക്കുന്നത്. ജസ്റ്റ് അഡ്ജസ്റ്റ് ലൈറ്റും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അത് രണ്ടും കൂടി സ്വാപ്പ് ആവും. ഇപ്പോൾ ഈ അനലോഗിൽ കാണിക്കുന്നത് ഇന്ത്യയിലെ സമയവും ഡിജിറ്റലിൽ കാണിക്കുന്നത് ലോസ് ആഞ്ചലസിലെ സമയമാണ്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഹോം ടൈം വേൾഡ് ടൈം ആയിട്ട് സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ വാച്ചിലുണ്ട്. അലാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ മോഡ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക, നമ്മുടെ ബാറ്ററി ലെവൽ കാണിക്കും. രണ്ടാമത്തെ തവണ പ്രസ് ചെയ്താൽ വേൾഡ് ടൈം, മൂന്നാമത്തെ തവണ പ്രസ് ചെയ്യുമ്പോൾ അലാം എന്ന് കാണിക്കും. ഇപ്പോൾ അലാം 1 എന്നാണ് ഇതിൽ കാണിക്കുന്നത്, സമയവും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ മാറി മാറി ഫ്ലാഷ് ചെയ്ത് കാണിക്കും. ഇതിൽ 5 അലാംസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അലാം 2, അലാം 3, അലാം 4, അലാം 5, സിഗ്നൽ. നമുക്ക് ഓരോന്നായിട്ട് പറയാം. നമുക്ക് ആദ്യം തന്നെ അലാം ഓൺ ഓഫ് ആക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇവിടെ അലാം 1 എന്ന് കാണിക്കുന്നുണ്ട്, ഇവിടെ 2 വരകളും കാണിക്കുന്നുണ്ട്, ഇവിടെ ഒരു സമയവും കാണിക്കുന്നുണ്ട്. പക്ഷേ അലാം ഓൺ അല്ല. അലാം ഓൺ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാം ഓണായി. 6:51 PM അലാം ഓൺ ആയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ് ബട്ടൺ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് ഫ്ലാഷ് ചെയ്ത് തുടങ്ങും. ഇത് മാറ്റി നമുക്ക് വെളുപ്പിനാണ്, എന്താ പറയുക, മോർണിംഗ് ഒരു 6 മണിക്കാണ് വെക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 മണി എന്നുള്ള അവർ നമ്മൾ സെറ്റ് ചെയ്തു. ഒന്നുകൂടി മോഡ് ബട്ടൺ പ്രസ് ചെയ്യുക, മിനിറ്റ് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും. നമ്മൾ 6 മണിയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞ് ഈ അഡ്ജസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അലാം 1 ഓൺ എന്ന് കാണിക്കുന്നുണ്ട്, 6 മണിക്കാണ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അലാം ഇതിൽ സെറ്റ് ചെയ്യണത്. സെയിം ഇതുപോലെ തന്നെയാണ് അലാം 2ഉം സെറ്റ് ചെയ്യണത്. അങ്ങനെ 5 അലാംസ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ വാച്ചിൽ അലാം വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ അലാമിൽ നിൽക്കുന്ന സമയത്ത് സെർച്ച് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. കണ്ടോ, നമ്മുടെ അലാം വർക്കിംഗ് ആണ്. ഇതിൽ സെർച്ച് ബട്ടൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കും. ഈ സിഗ്നൽ ഓൺ എന്ന് കാണിക്കുന്നത് നമ്മൾ ഈ അഡ്ജസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഓഫും ആവും, സിഗ്നൽ ഓണും ആവും. ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഈ ഒരു വാച്ച് ബീപ്പ് ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. കൗണ്ട് ഡൗൺ ടൈമർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതിനായിട്ട് മോഡ് ബട്ടൺ പ്രസ് ചെയ്യണം, വേൾഡ് ടൈം, അലാം, ടൈമർ. ഈ ടൈമറിലേക്ക് വരുമ്പോൾ ഈ കൗണ്ട് ഡൗൺ ടൈമർ കാണാം, ഇവിടെ 1 കാണാം. ഈ അഡ്ജസ്റ്റ് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 കാണിക്കും. അതായത് 2 ടൈമർ ഉണ്ട് ഇതിന്. അതുകൂടാണ്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. ഇത് റിപ്പീറ്റ് ആണ്. നമുക്ക് 2 ടൈമർ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 00 എന്നുള്ളത് ബ്ലിങ്ക് ആവും. ഇത് 99 മിനിറ്റ് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിവിടെ അത്രയൊന്നും വെക്കുന്നില്ല, ഇതിൻ്റെ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനപ്പോൾ കുറച്ച് സമയം വെക്കുന്നുള്ളൂ. ഞാനിപ്പോൾ മിനിറ്റ് 0ലാണ് വെക്കുന്നത്. ഈ മോഡ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സെക്കൻഡ്സ് ബ്ലിങ്ക് ആയി തുടങ്ങും. സെക്കൻഡ്സ് ഒരു 5 സെക്കൻഡ്സ് ഇൻക്രിമെൻസിലാണ് പോണത്. അതായത് 5, 10, 15 ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റുക. ഞാനപ്പോൾ ഇതൊരു 20 സെക്കൻഡിൻ്റെ കൗണ്ട് ഡൗൺ ടൈമറായിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഞാൻ ഒന്നും കൂടി മോഡ് ബട്ടൺ പ്രസ് ചെയ്യാണ്. രണ്ടാമത്തെ കൗണ്ട് ഡൗൺ ടൈമറിലേക്ക് വന്നു. ഇതിലും ഞാൻ ഇവിടെ മിനിറ്റ് സെറ്റ് ചെയ്യണില്ല. മിനിറ്റ് സെറ്റ് ചെയ്താൽ ഒരുപാട് സമയം പിടിക്കും കാണിക്കാനായിട്ട്. ഇതിൽ ഞാനൊരു 10 സെക്കൻഡാണ് ഞാൻ സെറ്റ് ചെയ്യണത്. 10 സെക്കൻഡ് സെറ്റ് ചെയ്തു. ഒന്നും കൂടി മോഡ് ബട്ടൺ പ്രസ് ചെയ്തു. ഇവിടെ 1 ആണ്. അതായത് ഈ കൗണ്ട് ഡൗൺ ടൈമറുകൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ഇതിനെ 2 തവണ റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് അഡ്ജസ്റ്റ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യണം. ഇനി കൗണ്ട് ഡൗൺ ടൈമർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെർച്ച് ബട്ടൺ ആണ് ഉപയോഗിക്കുക. ഇത് സ്റ്റോപ്പ് ചെയ്യാനും ഇതേ സെർച്ച് ബട്ടൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഈ കൗണ്ട് ഡൗൺ ടൈമർ റൺ ആയിക്കൊണ്ടിരിക്കും. 2 തവണ റിപ്പീറ്റ് ചെയ്യും. നമുക്ക് കാണാം സെർച്ച്. ഈ കൗണ്ട് ഡൗൺ ടൈമർ വർക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ സെക്കൻഡ്സ് താഴത്തേക്കാണ് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ആദ്യത്തെ കൗണ്ട് ഡൗൺ ടൈമർ റണ്ണിങ് ആണ്. അത് നമ്മൾ 20 സെക്കൻഡാണ് വെച്ചിരുന്നത്. അപ്പോൾ 20 സെക്കൻഡ് കഴിയുമ്പോൾ ആദ്യത്തെ കൗണ്ട് ഡൗൺ ടൈമർ കട്ടാവും. കണ്ടോ, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടാമത്തെ കൗണ്ട് ഡൗൺ ടൈമർ വർക്ക് ചെയ്ത് തുടങ്ങി. ഇത് നമ്മൾ 10 സെക്കൻഡ് വെച്ചുകൊണ്ടിരുന്നത്. 10 സെക്കൻഡ് കഴിയുമ്പോൾ അതും കട്ടാവും. പക്ഷേ നമ്മൾ 2 തവണ വെച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ആവാണ്. കണ്ടോ, ഇത് വീണ്ടും ഒന്നാമത്തെ കൗണ്ട് ഡൗൺ ടൈമറിലേക്ക് വരികയാണ്. രണ്ടാമത്തെ കൗണ്ട് ഡൗൺ ടൈമർ ഇത് ഫൈനലാണ്. ഇപ്പോൾ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. കണ്ടോ,
2 കൗണ്ട് ഡൗൺ ടൈമറും റൺ ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം കൂടി പറയാനുണ്ട്, കൗണ്ട് ഡൗൺ ടൈമർ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ 10 തവണ വരെ റിപ്പീറ്റ് ചെയ്യിക്കാൻ പറ്റൂട്ടെ. ഇങ്ങനെയാണ് നമ്മൾ ഇതിലെ കൗണ്ട് ഡൗൺ ടൈമർ സെറ്റ് ചെയ്യണത്. സ്റ്റോപ്പ് വാച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതിനായിട്ട് ഈ മോഡ് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യാം. 2, 3, 4, 5 സ്റ്റോപ്പ് വാച്ചിലേക്ക് എത്തി. ഈ സ്റ്റോപ്പ് വാച്ച് വളരെ സിമ്പിളാണ്. നോർമൽ കേസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സെർച്ച് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ആവും. സ്റ്റോപ്പ് വാച്ചിൽ ഈ ഒരു ബ്രിക്സ് മുകളിലേക്കാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയാണോ നമുക്ക് നിർത്തേണ്ടത് വീണ്ടും ഈ സെർച്ച് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യുക, സ്റ്റോപ്പ് ആവും. റീസെറ്റ് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് പ്രസ് ചെയ്യുക. സിമ്പിളാണ്. സ്പ്ലിറ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ നമുക്ക് സ്പ്ലിറ്റ് ടൈം വേണ്ടത് അവിടെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് പ്രസ് ചെയ്യണം. കണ്ടോ? അപ്പോൾ സ്പ്ലിറ്റ് ടൈം ആയി. ഈ സ്റ്റോപ്പ് വാച്ച് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സ്പ്ലിറ്റ് പ്രസ് ചെയ്ത സമയമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 11.23 സെക്കൻഡ്. ഇനി നമ്മളിത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർച്ച് ഒന്നുകൂടി പ്രസ് ചെയ്യാം. ഇത് സ്റ്റോപ്പായി. നമ്മുടെ ആദ്യത്തെ സമയം ഇവിടെ കാണിക്കുന്നുണ്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ സമയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അഡ്ജസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. 34.40 സെക്കൻഡ് രണ്ടാമത്തെ സമയവും ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് 2 സമയം നമുക്ക് ഇതിൽ നോട്ട് ചെയ്യാൻ പറ്റും. വീണ്ടും ഒന്നും കൂടി അഡ്ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് കാസിയോ AQ-S810Wയിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യണത്. കംപ്ലീറ്റ് ടൈം സെറ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വാച്ചിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.